വഴിയാണെന്ന് ഓരോ സലഫിയും അഭിമാനത്തോടെ പറയുന്നത്, ഒരു വിഷമവുമില്ലാതെ പറയുന്നത്. ആളുകൾ അതെ അവർ തീവ്രവാദികളാണ്, ഭീകരവാദികളാണെന്നൊക്കെ സലഫികളുടെ മേൽ വ്യാജം കിട്ടുമ്പോഴും അല്ലെങ്കിൽ ആ സലഫിയത്തിന്റെ മറപിടിച്ച് പല കുത്തുബികളും കുതിസ്റ്റുകളും ആ രൂപത്തിൽ രംഗത്ത് വന്ന് ഈ സലഫിയത്തിനെ തകർക്കാൻ കൃത്യമായ ആദർശത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സലഫികളാണെന്ന് അഭിമാനത്തോടെ പറയുന്നത് എന്തുകൊണ്ട് ചോദിച്ചാൽ അതൊരു വഴിയാണ്. ആ വഴി സലഫിന്റെ വഴിയാണ്, മുൻഗാമികളുടെ വഴിയാണ്, സഹാബത്ത് നടന്ന വഴിയാണ്, താബിഉകളും താബിഉകളും നടന്ന വഴിയാണ്. അത് അഹ്ലുൽ ഖുറൂനി സലാസ ഹും യുത്ഖു അലൈഹിമുസ് സലഫു വഹും ഖൈറു ഉമ്മ. ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമരായ ആ മുൻഗാമികളായ പൂർവസൂരികളായ സലഫ്, ആ സലഫിന്റെ വഴി സ്വീകരിച്ചവരാണ്. അവിടെയാണ് ആദ്യം അഭിപ്രായ വ്യത്യാസം തീർത്ത് ഒന്നിച്ചത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെയാണ് ഒന്നിക്കേണ്ടത്. എന്ത് വിഷയം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അവിടെ നിന്ന് തീരുമാനം കിട്ടണം. ആ വിഷയത്തിൽ ഒന്നിക്കണം, അവിടെ ഭിന്നിച്ചു പോകരുത്, അവിടെ ഒന്നിച്ചു നിൽക്കണം എന്ന നിലപാടിലേക്ക് വന്നിട്ടാണ് പ്രസ്ഥാനത്തിൽ ഐക്യമുണ്ടായത്. അതിനോട് യോജിക്കാൻ കഴിയാത്ത ആളുകൾ സ്വാഭാവികമായും പല ന്യായങ്ങളും നിരത്തിയിട്ട് അവർ പോകും. ഒരു ന്യായവും അവർക്കില്ല, ഒരു തെളിവും അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല. നേരെ മറിച്ച് കുറെ ആക്ഷേപങ്ങൾ, തെറിവിളികൾ ഇവിടെ കഴിഞ്ഞ ദിവസം നടന്നു. നാണമുണ്ടോ നമുക്ക് ചോദിക്കേണ്ടി വരും, ലജ്ജയുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. കാരണം വെച്ചാൽ ഇത്തരം ചർച്ചകൾ നടക്കുമ്പോ വന്നിരുന്ന ആളുകൾ, അതിന്റെ ചുവട്ടിൽ ഒപ്പിട്ട് പോയ ആളുകൾ, ഈ ആളുകൾ മുമ്പുണ്ടായിരുന്നു കുറെ ആളുകൾ, ഈ അയ്യപ്പനൊപ്പിന്റെ ആളുകൾ. ഒപ്പിനൊരു വിലയില്ല, ഒപ്പിനൊക്കെ വിലയുണ്ട് കൂട്ടൻ. ഒരുത്തൻ വന്നിട്ട് കൂടി ആലോചിച്ച് നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് മനസ്സിലാക്കി അങ്ങനൊക്കെ ആകാന്ന് എഴുതി ഒപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നീട് പോയിട്ട് അത് വെറുതെ അയ്യപ്പനൊപ്പായിരുന്നു എന്ന് പറയണം. ആ ശൈലി അവനവനെ കുറിച്ച് പോലും ഒരു ബോധമില്ലാത്തതിന്റെ, അവനവനെ കുറിച്ച് പോലും മനസ്സിലാക്കുന്നിടത്ത് അല്ലെങ്കിൽ അവനവന് നൽകുന്ന വില പോലും നൽകാത്തതിന്റെ ഫലമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. അല്ലാതെ സിഹിർ എന്ന് പറയുന്ന വിഷയം അത് വലിയ വിവാദ വിഷയം ആക്കിക്കൊണ്ടുവരുന്നത് എന്തിനാണ്, എന്തിന്റെ പേരിലാണ്? അതിൽ ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പ് ഉള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അവരുടെ വിയോജിപ്പ് പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു പ്രസ്ഥാനം, ആ വിയോജിപ്പ് പ്രമാണബദ്ധമാണെങ്കിൽ ആ വിയോജിപ്പ് പ്രമാണബദ്ധമായി അവതരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം. അല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരാൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസത്തെ ഗൗനിക്കാതെ, ഒരാൾക്ക് കയ്യിൽ തെളിവുണ്ടായിട്ട് ആ തെളിവൊന്നും സ്വീകരിക്കാതെ അത് കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ അത് കേൾക്കാൻ മനസ്സില്ലാതെ ജീവിക്കുന്നവരെയല്ല. ഒരിക്കലും ഒരിക്കലും ഏതൊരു വിഷയവും പ്രമാണബദ്ധമായി വരുന്ന വിഷയങ്ങളെ സംസാരിക്കുന്നതിലോ ചർച്ച ചെയ്യുന്നതിലോ സംവദിക്കുന്നതിലോ ഒരു ഭയവുമില്ലാത്ത പ്രസ്ഥാനം. ഇവിടെ തന്നെ ഈ പുളിക്കലിൽ തന്നെ നടന്ന ചർച്ചകൾ, സംവാദങ്ങൾ, അവിടെ ആയാത്തുകൾ ഹദീസുകൾ വെച്ചുള്ള സംവാദങ്ങൾ, ആ സംവാദങ്ങൾക്ക് അവസാനമാണ് നമുക്ക് യോജിക്കാൻ കഴിയുന്ന മേഖലകൾ, ആ മേഖലകളെ കുറിച്ചൊരു തീരുമാനത്തിൽ ചർച്ചകൾക്ക് ശേഷമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു ഏകാധിപതിയായ അല്ലെങ്കിൽ ഏകഛത്രാധിപതിയായ ഒരാൾ ഇരുന്നിട്ട് ഓർഡർ ഇടുക, എല്ലാവരും അനുസരിക്കുക, അങ്ങനല്ല. ഇതിനെ കുറിച്ച് ആയത്തുകളും ഹദീസുകളും വെച്ച് ചർച്ച ചെയ്ത് അഭിപ്രായ വ്യത്യാസമുള്ളവർ അവരുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തി, ആ വിയോജിപ്പുകൾക്ക് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് സമർത്ഥിച്ച്, അതിനെ ഖണ്ഡിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അത് സമർത്ഥിക്കാൻ സ്വാതന്ത്ര്യം നൽകി. അങ്ങനെയാണ് മാതൃകാപരമായ രൂപത്തിൽ ഓരോ കാര്യങ്ങളിലും തീരുമാനം ഉണ്ടാക്കിയത്. അല്ലാതെ നമുക്കങ്ങോട്ട് ഒന്നിക്കാന്ന് പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും മാണി ഗ്രൂപ്പും കോൺഗ്രസും ഒക്കെ ഒന്നിക്കണം പോലെ അങ്ങോട്ട് ഒന്നിച്ചതല്ല. അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. നേരെ മറിച്ച് ഇരുന്ന് ചർച്ച ചെയ്ത് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമുക്കറിയാം നബിയുടെ സഹാബത്ത് പോലും രണ്ടായി പിളർന്നു പോയിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് ഒരു പക്ഷത്തിന് നേതൃത്വം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്, മറുപക്ഷത്ത് മുആവിയ റളിയല്ലാഹു അൻഹു നിന്ന് യുദ്ധം ചെയ്തിട്ടുണ്ട് പരസ്പരം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തഖ്തുലുക ഫിഅത്തുൽ ബാഗിയ, അമ്മാറിനെ കൊല്ലുന്നത് മുസ്ലിങ്ങളായിരിക്കും എന്ന റസൂലുള്ളാഹിന്റെ പ്രവചനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് അമ്മാറിനെ മുസ്ലിങ്ങൾ കൊന്നിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന റസൂലുള്ളാഹിന്റെ മരുമകനായ റസൂലുള്ളാഹിന്റെ രണ്ട് പെൺമക്കൾ വിവാഹം കഴിച്ച ഇസ്ലാമിക ചരിത്രത്തിലെ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തലക്കടിച്ചു കൊന്നിട്ടുണ്ട് മുസ്ലിം ഉമ്മത്ത്. അവരൊന്നും പുറത്തുനിന്ന് വന്ന ആൾക്കാരല്ല, നമ്മുടെ ഉള്ളിലുള്ള കൗമ കൊന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അണ്ണാക്കിലേക്ക് അമ്പ ചെയ്തിട്ടുണ്ട്. നബിയുടെ പേരക്കുട്ടി ആരാണ്? നബി തോളത്ത് മുതുകത്ത് കയറ്റി ഇരുത്തി കൊണ്ടു നടന്ന മകനെ.
ആ മകന്റെ തല വെട്ടിയെടുത്തു. എന്നിട്ട് താരത്തിൽ വെച്ച് കൊണ്ടു നടന്നു. ആരുടെ? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല അറുത്തെടുത്തിട്ട് നബിയുടെ പേരക്കുട്ടിയുടെ തല താരത്തിൽ വെച്ച് കൊണ്ട് നടന്നത് അബൂജഹലോ ഉത്ബത്തോ ശൈബത്തോ അല്ല, മുസ്ലിങ്ങളാണ്. മനസ്സിലാക്കണം. ഈ രൂപത്തിൽ അത്രയും ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളും വിഭിന്നങ്ങളായ അവസ്ഥകളൊക്കെ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകുമ്പോഴും മുസ്ലിം ഉമ്മത്ത് ഖുർആന്റെയും സുന്നത്തിന്റെയും കീഴിൽ വന്നിട്ട് അണിനിരക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് പരീക്ഷണം. അതുകൊണ്ട് ഏതെങ്കിലും ആളുകൾ പൊട്ടിപ്പൊളിഞ്ഞു പോകണമെന്നുവെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒറ്റയ്ക്കും സംഭവിക്കില്ല. അവനവന് പോയി. കാര്യം ആളുകൾ അങ്ങനെയാണ്. കെട്ടിടങ്ങളിലും ബിൽഡിങ്ങുകളിലും റൂമുകളിലും അവിടെ ഇട്ട കസേരകളിലും അവിടെ ഇരുന്ന് തിരിയുന്നതിലും വിശ്വസിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളോ ആ കാര്യങ്ങളുമായി അത് ഏത് ആയത്ത് പറഞ്ഞാലും ഏത് ഹദീസ് പറഞ്ഞാലും ആ ആയത്തും ഹദീസുകളും അതിനെക്കുറിച്ച് കൃത്യമായി ഒന്ന് അവലോകനം ചെയ്യാൻ പോലും കപ്പാസിറ്റി ഇല്ലാത്ത ആളുകൾ, വിവരമുള്ള ആളുകൾ, പഠിച്ച ആളുകൾ, ആലിമുകളായ ആളുകൾ, അവർ പറഞ്ഞു കൊടുക്കുന്നത് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയും ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നുവെങ്കിൽ സഹതാപത്തോടെ നമുക്ക് നോക്കാം അവരെ. അല്ലാതെ അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്തോ സംഭവിച്ചു, ഒരു ചുക്കും സംഭവിക്കില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാനാണ് പണ്ടേ സംഭവിക്കണമായിരുന്നു. ഇതൊന്നും ഇല്ലായിരുന്നു. ഒരു കെട്ടിടവും ഉണ്ടായിരുന്നില്ല, ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല, ഒരു AC റൂമും ഉണ്ടായിരുന്നില്ല, ഒരു കാറും ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇവിടെ സംവദിച്ചും പൊതുജനങ്ങൾക്കിടയിൽ ആശയങ്ങൾ കൈമാറിയും വളർന്നു വന്ന ഒരു മഹാപ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ആ മുജാഹിദ് പ്രസ്ഥാനത്തെ ആരെങ്കിലും മീശ വിരിച്ചിട്ടും ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ സാധിക്കൂല. മീശ വിരിക്കാതെ ഓടുന്ന പ്രസ്ഥാനം ഒന്നല്ല. ഇങ്ങനെ ഒരുപാട് ആളുകൾ മീശയ്ക്ക് പിരിച്ചിട്ട് റോഡിന്റെ വക്കത്തിലൊക്കെ അതൊക്കെ നമ്മൾ ചിരിച്ചിട്ടേ ഉള്ളൂ. അപ്പോ അത്തരം ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ വിവരമുള്ളവർ, വിവേകമുള്ളവർ വിലയിരുത്തും. സംശയമൊന്നുമില്ല. കാരണം വെച്ചാൽ ഇസ്ലാമിക ലോകത്ത് 1400 കൊല്ലമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. ആ വിഷയത്തെ സംബന്ധിച്ച് വിവാദമുണ്ടാക്കാൻ ഏത് വിഷയമെടുത്ത് വിവാദം ഉണ്ടാക്കാം. അവിടെ നമുക്കറിയാം സ്വാത്വികരായ നമ്മുടെ പണ്ഡിതന്മാർ, ഉലമാഉകൾ പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് വിശദീകരിക്കുകയും പഠിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്തിട്ടാണ് ഒരു കാര്യം പറയുന്നത്. അതിനോട് വളരെ കൊമ്പുകുലുക്കി വരികയും മാത്രമല്ല അതിനെ ചവിട്ടി പതിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്ത ആളുകൾ കാലത്തിന്റെ ചവറ്റുകൊട്ടയിൽ നിന്നാണ് പിന്നെ അവരെ പൊറുക്കിയെടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇന്നലകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. സംശയമൊന്നുമില്ല. ഒരുപാട് ആളുകൾ കൊമ്പുകുലിക്കൊക്കെ പോയിട്ടുണ്ട്. ദീനാറ് കാണിച്ച് മേടിപ്പിച്ചവരുണ്ട്. മാത്രമല്ല ഭീഷണിപ്പെടുത്തിയ ആളുകളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആളുകളും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവരെക്കാൾ വലിയ ബുജികൾ, സാഹിത്യരംഗത്ത് അറിയപ്പെട്ടിരുന്ന ആളുകൾ, അവരെല്ലാവരും ഇന്നലകളിൽ സ്വന്തം ലോകത്ത് പുതിയ പുതിയ സ്വപ്നങ്ങൾ കണ്ട് അവർ പുതിയ പുതിയ പ്രസ്ഥാനങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയപ്പോ അവർ ധരിച്ചത് അവർ വാനലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളായി അവശേഷിക്കുമെന്നാണ്. ഒരിക്കലും അവർ നക്ഷത്രങ്ങളായില്ലെന്ന് മാത്രമല്ല, അവരെ നേരത്തെ പറഞ്ഞതുപോലെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിൽ നിന്ന് പുറക്കിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ മഹാ ഐക്യത്തിന് ശേഷം മുജാഹിദ് പ്രസ്ഥാനം മാതൃകാപരം കാണിച്ചു നോക്കൂ. ആ കാലയളവിൽ ഈ നാട്ടിലെ സമസ്തക്കാരൻ പോലും അവരുടെ ചാനലുകളിൽ നിന്ന് ചർച്ച നടത്തിക്കൊണ്ട് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ കണ്ടുപിടിക്കണം മുജാഹിദുകളെ എന്നാണ്. കാര്യം അതൊരു മാതൃകയാണ്, അതൊരു മോഡലാണ്. കാരണം ഇവിടെ 1000 കക്ഷികൾ, 1000 പ്രസ്ഥാനങ്ങൾ, 1000 ഗ്രൂപ്പുകൾ, എല്ലാവരും ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പുകളായി ഭിന്നിച്ചു പോയി അവനവന്റെ ലോകത്ത് പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടാക്കി സുഖവാസം നടത്തുമ്പോ ഈ ഭിന്നിപ്പുകളിൽ നിന്ന് മുക്തമായി ഭിന്നിച്ചു പോയ മനുഷ്യർക്ക് എങ്ങനെ ഒന്നിക്കാമെന്നൊരു ഫോർമാറ്റ് കൃത്യമായി കാണിച്ചു കൊടുത്തു മുജാഹിദ് പ്രസ്ഥാനം. അത് ലോകാവസാനം വരെ മാതൃകയാണ്. സംശയമൊന്നുമില്ല. എങ്ങനെ ഭിന്നിച്ചവൻ ഒന്നിച്ചിരിക്കണം എന്നുള്ളതിന്റെ മാതൃക തന്നെയാണ്. അതിനോട് പുറം തിരിഞ്ഞു പോകുന്ന കോന്ത്രം പല്ലുകളുണ്ട് എങ്കിൽ അത് പറിച്ചു മാറ്റപ്പെടും. സംശയമൊന്നുമില്ല. 6 വിരലുകൾ ഉണ്ടെങ്കിൽ മുറിച്ചു മാറ്റപ്പെടും. സംശയമൊന്നുമില്ല. കാരണം ഇത് ലോകം അംഗീകരിച്ച, ഈ നാട് അംഗീകരിച്ച, വിശ്വാസികൾ അംഗീകരിച്ച ഒരു ഉന്നതമായ വഴിയാണ്, ഐക്യത്തിന്റെ വഴി. ലോകം മുഴുവനും അത് ചിന്തിക്കുകയാണ്. രാഷ്ട്രങ്ങൾ തമ്മിൽ ഒന്നിക്കാതെ വഴി തേടുകയാണ്. ഐക്യരാഷ്ട്ര സഭകൾ ഉണ്ടാക്കുകയാണ്. സ്വാഭാവികമായും ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെതായ നിലപാടുകൾ ഉണ്ടാകും. അപ്പൊ സ്വാഭാവികമായ രാജ്യത്ത് മറുദേശം ജീവിക്കുന്നവർക്കോ എതിരാകുന്ന രൂപത്തിൽ വരുമ്പോൾ കൂടിയാലോചിക്കുകയും കരാറുകൾ ഒപ്പിടുകയും അവിടെ കൃത്യമായ ഒരു വഴി, പുതിയ ഒരു വഴി വെട്ടിത്തുറക്കപ്പെടുകയും സമാധാനത്തിന്റെ മാർഗം സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നതിനിടയിൽ വിഘടനത്തിന്റെ, വെട്ടിപ്പിടിക്കലുകളുടെ, വെട്ടിമാറ്റലുകളുടെ മാർഗം ഈ നൂറ്റാണ്ടിൽ സ്വീകരിക്കുന്നവർ ഒറ്റപ്പെടുക തന്നെ ചെയ്യും. സംശയമൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആയത്തും ഹദീസും തോന്നലും മാത്രമൊന്നും ഇല്ല. കാരണം എന്തെങ്കിലും ഒരു തെളിവ് സ്വീകരിച്ചുകൊണ്ടാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം, സ്വീകരിക്കുന്നവരാണെങ്കിൽ മാറിപ്പോകില്ല. നേരെ മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അത്ര തന്നെ അവജ്ഞ തന്നെയാണ് അവർക്കുള്ള മറുപടി. അത് മനസ്സിലാക്കേണ്ടതുണ്ട്.
രണ്ടാമത്, മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ ജീവിക്കുമ്പോ ഇത്തരം ആളുകൾ പ്രമാണത്തിൽ നിന്ന് മാറി നടക്കുമ്പോ നമ്മൾ നിർവഹിക്കേണ്ട വലിയ ഉത്തരവാദിത്വം അത് മുജാഹിദുകൾ മറന്നു പോകരുത്. നമ്മൾ നിരാശരല്ല, നമ്മൾ പണിയില്ലാത്തവരല്ല, അത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ എന്ന് ചോദിച്ച് മാറി നിൽക്കേണ്ടവരല്ല. നമുക്ക് വലിയ ബാധ്യത ഇവിടെയുണ്ട്, ഉത്തരവാദിത്വം ഇവിടെയുണ്ട്. കാരണം വെച്ചാൽ ഏറ്റവും വലിയ നമ്മുടെ ബാധ്യത അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത്, പടച്ചവന്റെ തൗഹീദ് അത് പറയലാണ്, അത് എത്തിക്കലാണ്, സംവദിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്ന അടിസ്ഥാനപരമായ അറിവ് ലോകത്തിന് പകർന്നു കൊടുക്കലാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, പുതിയ 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 മാർഗങ്ങൾ ഓരോ ദിവസവും പുതിയത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. മുടി, പൊടി, ചട്ടി, അതുപോലെ തന്നെ സർവ്വതും ഒരു ഭാഗത്ത് കൊണ്ടുവരികയാണ്. ചൂഷണത്തിന്റെ പുതിയ വഴികൾ. 2000 ഉള്ളവന് മാത്രം ഉസ്താദിനെ കൈപിടിക്കാൻ പറ്റുന്ന കാലം. 2000 ഉണ്ടെങ്കിൽ മാത്രം അവരൊക്കെ മുന്നിലേക്ക് നിൽക്കുന്നു. ഇത് നോക്കുമ്പോ 500 എന്റെ കയ്യിലുള്ളൂ. അത് തന്നെ നേരം വെളുത്ത് വൈകുന്നേരം വരെ പണിയെടുത്ത് കഷ്ടപ്പെട്ട് കിട്ടിയതാണ് 500. അതും കൊണ്ടാണ് അവൻ വാല് കേൾക്കാൻ വന്നത്. അവസാനം ഉസ്താദിന്റെ ആ തൃക്കരങ്ങൾ ഒന്ന് പിടിക്കാം എന്ന് വിചാരിച്ചപ്പോ 2000 ഉള്ളവൻ വന്നാ മതി, ബാക്കിയുള്ളവൻ പുറകിൽ